ഈ പൂര നെഗറ്റീവാ. എനിക്കതൊന്നും കുഴപ്പമില്ല. നമുക്ക് നമ്മുടേതായ ഒരു ജെന്യൂനിറ്റി കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോ അങ്ങനെ ആയ സ്ഥിതിക്ക് ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചു, ഈ പറഞ്ഞ പോലെ ഫോണും പൈസയും കിട്ടാനുള്ള കുട്ടികളെയൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നേരിട്ട് തന്നെ ഒലിവയിൽ വന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണും. അല്ലാണ്ട് എന്നും ഇതൊരു കണ്ടന്റ് ആക്കി അത് മുന്നോട്ട് കൊണ്ടുപോവാ. ഒരു എന്തു പറയാ, ഇവരെ നശിപ്പിക്കണം, അല്ലെങ്കിൽ ഇവരെ തൊലച്ച് നാറാണത്താക്കണം, ഇനി ജീവിതത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ രീതിയിൽ ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കുന്ന ചില ടീംസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അത് യോജിപ്പില്ല. നമ്മൾ എന്തായാലും അവരെ പറ്റിയിട്ട് കുറെ വീഡിയോസും കാര്യങ്ങളും ചെയ്തു. സംസാരിച്ചത് അതുലാണ്. അടൂരിലെ ഒരു പ്രധാന സ്ഥാപനത്തിൽ നിന്നും അവിടുത്തെ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തിരുന്ന പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾക്കും അവരാരോപിച്ച പ്രശ്നങ്ങൾക്കും ഒരു കോംപ്രമൈസ് എന്നോണം അതുൽ ആ സ്ഥാപനത്തിന്റെ ഉടമയുടെ വീട്ടിൽ നേരിട്ട് ചെല്ലുകയും അതിനുശേഷം പങ്കുവയ്ക്കുകയും ചെയ്തൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ആ വീഡിയോയുടെ തുടക്ക സമയത്ത് അതുൽ പറഞ്ഞു വെക്കുന്നത്, അവസാനമായി അതുൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ മുഴുവൻ അതുലിന് നെഗറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ ആ വീഡിയോയോടുള്ള എന്റെ വിയോജിപ്പും ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വളരെ ശക്തമായി വളരെ ബോൾഡായി ആ സ്ഥാപനത്തിനെതിരെ നിലനിന്നുകൊണ്ടിരുന്ന അതുൽ ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് മലക്കം മറിഞ്ഞ് പറഞ്ഞും പറയാതെയും ആ സ്ഥാപനത്തിനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ പങ്കുവെക്കുമ്പോൾ പിന്നിൽ സംശയങ്ങൾ ഉന്നയിക്കാത്തവരോ അല്ലെങ്കിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കാത്തവരോ ആയിട്ട് ആരും ഉണ്ടാവില്ല. അതുലിന്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുൽ ആ സ്ഥാപനത്തെ കുറിച്ച് പങ്കുവച്ച വീഡിയോകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും സ്വാഭാവികമായി തോന്നുന്ന എതിർപ്പുകളോ വിയോജിപ്പുകളോ സംശയങ്ങളോ മാത്രമേ കമന്റ് സെക്ഷനിൽ കണ്ടിട്ടുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ലെറ്റർ നൽകുന്നതാണ്. അല്ലാത്ത പക്ഷം എനിക്ക് ലഭിക്കേണ്ട സാലറി കമ്മീഷൻ നൽകേണ്ടതില്ല, ഞാൻ ആവശ്യപ്പെടുകയുമില്ല. എന്റെ പൂർണ്ണ സമ്മതത്തോടെ ഒപ്പിട്ട് കോപ്പി കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കുന്ന സാലറി സ്ലിപ്പിലുണ്ട്. അപ്പൊ റിസൈൻ ലെറ്റർ കൊടുക്കാതെ ഇവിടെ നിന്ന് പോയ കുട്ടികൾക്ക് പിന്നെ വന്നിട്ട് ആ കമ്മീഷനോ സാലറിയോ വാങ്ങാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷെ അങ്ങനെ ആയിരുന്നിട്ട് കൂടി ഈ പിള്ളേർക്ക് കൊടുക്കാനുള്ള ഓരോ എമൗണ്ടും ഈ പറയുന്ന സിബി എന്ന് പറയുന്ന വ്യക്തി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനും എന്റെ ഫ്രണ്ട്സ് വിവി ഉണ്ടായിരുന്നു, വേറെ യൂട്യൂബേഴ്സ് ഒന്നും അല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും വന്നിരുന്ന് കൺവിൻസ് ചെയ്തിട്ടാണ് അങ്ങനെ അത്രയും അത് സമ്മതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ മാക്സിമം എഫർട്ട് ഇട്ടിട്ട് വിവിയും കൂടി സംസാരിച്ചിട്ടാണ് ഈ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യണം. അതായത് പിള്ളേർക്ക് ഈ പറയുന്ന പോലെ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം, അല്ലാതെ യൂട്യൂബേഴ്സിന് ഇതൊരു കണ്ടന്റാണ്. എന്തൊരു അത്ഭുതം അല്ലെ! ഏകദേശം ഈ പ്രശ്നങ്ങളും ഈ ആരോപണങ്ങളും വന്നു തുടങ്ങിയിട്ട് ഒരു മാസമാകാൻ പോകുന്നു. ആ മാസങ്ങളിൽ ഒന്നും അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ഒന്നും പുറത്തോട്ട് വരാത്ത ഒരു സാലറി സ്ലിപ്പിന്റെയും ആ സ്ലിപ്പിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷന്റെയും കഥയാണ് ഇപ്പോൾ അതുൽ പറയുന്നത്. അത് കഥയാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. കഥയാണെങ്കിലും യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രോപ്പറായി റിസൈൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിസൈനിനെ കുറിച്ച് കമ്പനീനെ നേരത്തെ അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മീഷനോ അല്ലെങ്കിൽ സാലറിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല, അത് ചോദിച്ചു വരാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാലറി സ്ലിപ്പിൽ ഒപ്പിട്ടതിന് ശേഷമാണ് അവർ ആ സാലറി സ്ലിപ്പ് കൈപ്പറ്റുന്നതും അവർക്ക് അവരുടെ കമ്മീഷൻ അല്ലെങ്കിൽ ശമ്പളം കിട്ടുകയും ചെയ്യുന്നത്. ഒരുമാതിരിപ്പെട്ട അവിടെ ജോലി ചെയ്ത എല്ലാ പെൺകുട്ടികളും ഈ സ്ലിപ്പിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടാവും. ഒപ്പിട്ടതിന് ശേഷം മാത്രമായിരിക്കും സാലറിയോ സാലറി സ്ലിപ്പോ അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ലേബർ ലോ നിയമപ്രകാരം ഇങ്ങനെ ഒരു ബോണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാചകങ്ങളാൽ എഴുതപ്പെട്ട ഒരു എഗ്രിമെന്റോ ഒരു സാലറി സ്ലിപ്പോ സൈൻ ചെയ്ത് മേടിക്കുന്നത് പോലും തെറ്റാണ്. ഇതിനെ ഒരു സാലറി സ്ലിപ്പ് എന്ന് പറഞ്ഞ് വിളിക്കാവോ എന്ന് പോലും അറിയില്ല. ഒരു പ്രോപ്പർ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. ഒരു സാലറി സ്ലിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് ലഭിക്കുന്ന സാലറിയുടെ ബ്രേക്കപ്പും നമ്മുടെ സാലറിയിൽ നിന്നും നമ്മൾ ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ PF ESIC പോലെയുള്ള എമൗണ്ടുകൾ നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ ആവുന്നുണ്ടെങ്കിൽ ആ ഡിഡക്ഷൻ പാർട്ടോ PF നമ്പറോ ESIC നമ്പറോ നമ്മുടെ ഡീറ്റെയിൽ ഇൻ ദ സെൻസ് നമ്മുടെ പേര്, നമ്മുടെ ഡെസിഗ്നേഷൻ, നമ്മുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്, ഇതൊക്കെ ആയിരിക്കും പ്രധാനമായും ഒരു സാലറി സ്ലിപ്പിനകത്ത് ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ 30 ദിവസത്തെ നോട്ടീസ് പീരീഡ് തന്നില്ലെങ്കിൽ ഇതൊന്നും ഒരു സാലറി സ്ലിപ്പിൽ ഒരിക്കലും ഉണ്ടാവില്ല. പ്രോപ്പർ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ സാലറി സ്ലിപ്പിന്റെ സ്ട്രക്ചർ ഇതൊന്നും ആയിരിക്കില്ല. ചില കമ്പനികളിൽ ചിലപ്പോൾ ഓഫർ ലെറ്ററിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതി ചേർക്കപ്പെടാം, നിങ്ങൾ 30 ദിവസത്തെ അല്ലെങ്കിൽ 90 ദിവസത്തെ നോട്ടീസ് പീരീഡ് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി വിൽ ബി ഓൺ ഹോൾഡ് എന്ന് എഴുതി ചേർക്കുന്നുണ്ടാവാം. പക്ഷെ അതുപോലും ലേബർ ലോ പ്രകാരം നിയമവിരുദ്ധം തന്നെയാണ്. ഒരു ദിവസം ഒരാൾ ജോലി ചെയ്തിരുന്നുള്ളൂ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ആ ദിവസത്തെ പേയ്മെന്റിന് അയാൾ അർഹനാണ് അല്ലെങ്കിൽ അർഹതയുള്ളവളാണ്. അതുകൊണ്ട് ആ പേയ്മെന്റ് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഒരു HR ഡിപ്പാർട്ട്മെന്റിനോ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റോ ഒരു കമ്പനിയുടെ ഉടമയ്ക്കോ യോഗ്യതയില്ല. പകരം ഒരു റിസൈൻ ലെറ്റർ പ്രോപ്പർ നോട്ടീസ് പീരീഡ് ഇല്ലാതെ ഒരാൾ ഇറങ്ങി പോവുകയാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ലെറ്ററിലോ അല്ലെങ്കിൽ അവരുടെ റിലീവിംഗ് ലെറ്ററിലോ നമുക്ക് അങ്ങനെ പ്രോപ്പറായി മെൻഷൻ ചെയ്യാം, പ്രോപ്പർ ഹാൻഡ് ഓവർ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ പ്രോപ്പർ റിസൈൻ അല്ല അല്ലെങ്കിൽ നോട്ടീസ് പീരീഡ് തന്നിട്ടില്ല എന്നുള്ളത്. ഇതൊന്നും അല്ലെങ്കിൽ ആ എംപ്ലോയി വേറൊരു കമ്പനിയിൽ ചെന്ന് ജോയിൻ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് നമുക്കൊരു വെരിഫിക്കേഷൻ മെയിൽ വരും.
അതിനകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പനിയിൽ നിന്ന് പ്രോപ്പർ നോട്ടീസ് പീരീഡ് തരാതെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് റിലീവ് ചെയ്യാതെ പോയ ഒരു എംപ്ലോയി ആണ്, ഞങ്ങൾക്ക് ഈ എംപ്ലോയി 100% സാറ്റിസ്ഫൈഡ് അല്ല എന്ന് നമുക്ക് മെൻഷൻ ചെയ്ത് വിടാം. ഇതാണ് ഒരു കമ്പനിയിലെ HR ഡിപ്പാർട്ട്മെന്റിന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ ഇങ്ങനെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ലേബേഴ്സിന്റെയോ എംപ്ലോയീസിന്റെയോ സൈൻ മേടിച്ചിട്ട് സാലറി ഹോൾഡ് ചെയ്ത് വെക്കാനോ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ഒരു ലേബർ ലോയും അതിന് അനുവദിക്കുന്നില്ല. അതും ഇവിടെ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഈ പറയുന്ന പ്രമുഖ സ്ഥാപനത്തിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഈ പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കേണ്ട ഉത്തരവാദിത്തം കമ്പനിക്കില്ല, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ഇല്ല എന്നൊക്കെ പറയുന്നത് വളരെ മണ്ടത്തരമാണ്. അതുകൊണ്ട് ഈ ഒരു സാലറി സ്ലിപ്പ് ഉയർത്തിപ്പിടിച്ച് കുട്ടികളെ ഭീഷണിപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ കോംപ്രമൈസിന് ക്ഷണിക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം തരാതിരിക്കാൻ ഉടമയുടെ കയ്യിലോ സ്ഥാപനത്തിന്റെ കയ്യിലോ ഇങ്ങനെ ഒരു പ്രൂഫ് ഉണ്ടെന്നോ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്റെ സമയം കളഞ്ഞ് ഞാൻ വന്നിട്ട് അങ്ങേരെയും കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന എക്സ്ട്രീം ലെവൽ എഫർട്ട് ഇട്ടിട്ട് ഞാൻ സമ്മതിപ്പിച്ചപ്പോ ആർക്കും വരാനും വരുമ്പോൾ എല്ലാവരും ലേബർ അങ്ങനെ ഇങ്ങനെയൊക്കെ DSP വിളിച്ച് അത് വിളിച്ച് പേപ്പർ പോയി അത് പോയി ഇത് പോയി എല്ലാവരും എല്ലാവരും എന്റെ പിന്നാലെ ഞാൻ അതിന് ബന്ധമോ ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടി അവരെന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അവര് ഈ വീടും കളയൊക്കെ പൂട്ടി എല്ലാം കൂടി പൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയി അടയിരിക്കണം. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം. അവർക്ക് ഇനി ജീവിക്കട്ടെ. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഈ ഫോണ് ഇഷ്യൂസ് പൈസയുടെ കാര്യങ്ങൾ ഒരു തെളിവ് പോലും ഇല്ല. എന്തിന് നിങ്ങൾ റിസൈൻ ലെറ്റർ ഇല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ പിന്നെ വന്ന കമ്മീഷൻ സാലറി വാങ്ങാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കില്ല. പക്ഷെ അത് ഉൾപ്പെടെ കൊടുക്കാം എന്ന് പറഞ്ഞ ആ വ്യക്തി, എനിക്ക് എന്റെ അപ്പുറം ഒന്നും പറയല്ലേ, അങ്ങനെ അത് വരെ തരാം. ഇതിനകത്ത് അതുൽ പറയുന്നത് അതുലിന്റെ എഫേർട്ട് മാക്സിമം ഇട്ടിട്ട് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഉടമേനെ കൊണ്ട് ഈ പെൺകുട്ടികൾക്ക് കിട്ടാനുള്ള മൊബൈലും ബാക്കി ലഭിക്കാനുള്ള ശമ്പളമോ കമ്മീഷനോ എല്ലാം തിരിച്ചു കൊടുക്കാം എന്നുള്ള സമ്മതിപ്പിച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ ഈ പെൺകുട്ടികളോട് വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കോംപ്രമൈസ് ടോക്കിന് ഈ വീട്ടിലേക്ക് അതുൽ വന്നത്. പക്ഷെ അതുൽ വളരെയധികം കഷ്ടപ്പെട്ട് വളരെ ട്രൈ ചെയ്ത് ആ ഉടമേനെ കൊണ്ട് ഈ പെൺകുട്ടികൾക്ക് ഇതെല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിപ്പിച്ചതിന് ശേഷം ലേഡി സ്റ്റാഫിനെ അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ ഫോൺ വിളിച്ചപ്പോൾ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ, DYSP വിളിച്ചു അല്ലെങ്കിൽ ലേബർ ലോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മുമ്പോട്ട് പോകാം എന്നൊക്കെയാണ് പെൺകുട്ടികൾ പറയുന്നത്. അങ്ങനെ മുമ്പോട്ട് പോയാൽ ഇവർക്കൊന്നും പൈസയൊന്നും കിട്ടില്ല. നിയമവും അല്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്യാനുള്ള പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴി പൊക്കോ. ഇതൊന്നും നിങ്ങൾക്ക് ഞാൻ എന്റെ എഫേർട്ട് ഇട്ട് ചെയ്തു തരാം എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും ഒരു വിലയില്ല. നിങ്ങൾ ഇനി ഏതെങ്കിലും യൂട്യൂബേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് ഇനി കളക്ടറെയോ അല്ലെങ്കിൽ പത്രസമ്മേളനമോ ഒക്കെ വിളിച്ചു വരുത്തിയിട്ടേ നിങ്ങൾക്ക് ഇത് കോംപ്രമൈസ് ചെയ്യാനും അവസാനിപ്പിക്കാനും പറ്റുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പൊക്കും എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. കൂടെ ഒരു കാര്യം കൂടെ അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ സ്ഥാപനം പൂട്ടിച്ചേ അടങ്ങും, ഇവർ ഈ വീടും സ്ഥലവും എല്ലാം വിറ്റ് വേറെ എവിടെയെങ്കിലും പോയി അടയിരിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥാപനത്തിന് എന്റെ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഫോണും നിങ്ങളുടെ ശമ്പളവും നിങ്ങളുടെ കമ്മീഷനും ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കടയുടെ ഉടമ പൂർണ്ണമായും സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം ആ വീട്ടിലോട്ട് വന്നാൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലോട്ട് ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയും ഫോണും കിട്ടും. ശരിയായിരിക്കാം, ഈ പെൺകുട്ടികളോട് വിളിച്ച് സംസാരിച്ച് അവർ യെസ് അല്ലെങ്കിൽ അവർ തയ്യാറാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കാം കോംപ്രമൈസ് ടോക്കിന് വേണ്ടി അതിൽ ഈ വീട്ടിലോട്ട് വന്നത്. അല്ലാതെ അതിൽ ഇതിൽ നിന്നും ഒരു പേഴ്സണൽ മെച്ചം ഉണ്ടെന്നോ അല്ലെങ്കിൽ പേഴ്സണൽ ഗെയിൻ ഉണ്ടെന്നോ ഒന്നും ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇവിടെ അതിൽ മറന്നുപോയ ഒരു കാര്യം എന്ന് പറയുന്നത് പണം കിട്ടുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഈ പെൺകുട്ടികളുടെ പ്രശ്നം. ഇതിനകത്തെ ഏകദേശം 5ഓ 6ഓളം പെൺകുട്ടികൾക്ക് ശാരീരികപരമായി ആ കടയുടെ ഉടമയിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടായി എന്ന് ഒരു പരാതി ലഭിക്കുന്നതായിട്ട് പല യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കേട്ടതാണ്. പരാതിയുള്ള കുട്ടികൾ ഒരു പക്ഷെ ഇങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല അവർ സമ്മതിച്ചിട്ടാണെങ്കിൽ പോലും ന്യായത്തിന്റെ രീതിക്ക് തന്നെ പോട്ടെ, നീതി കിട്ടാൻ ഏതറ്റം വരെ പോകും എന്നെല്ലാം പറഞ്ഞ അതുൽ എന്തിനു വേണ്ടിയിട്ടാണ് തെറ്റ് ചെയ്തവരുടെ കൂടെ കൂടി ഇവർക്കൊരു നീതി മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത്? ഇത്രയും നാളും ഈ ഫോണും ഈ സാലറിയും എല്ലാം പോയി എന്ന് വിചാരിച്ച് തന്നെയല്ലേ ഈ പെൺകുട്ടികൾ ജീവിച്ചത്? കൺമണീനെ പോലെയുള്ള ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് വരെ അവരുടെ പണമോ അവരുടെ ഫോണോ എല്ലാം പോയി എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയല്ലേ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് വാങ്ങിയെടുക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ് എന്നതിനപ്പുറം പുറം ലോകത്തെ ഇത് അറിയിച്ച് ഒരു പക്ഷെ കിട്ടേണ്ട രീതിയിൽ ഈ ഒരു സ്ഥാപനത്തിന് മാതൃകപരമായ ഒരു ശിക്ഷ കിട്ടണം എന്നുകൂടി ഈ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അവരുടെ ശമ്പളത്തിനും അവരുടെ ഫോണിനും അപ്പുറം അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കും അല്ലെങ്കിൽ അവരുടെ സമയത്തിനും അല്ലെങ്കിൽ അവരോട് ചെയ്ത ചീറ്റിങ്ങിനും ഒരു മറുപടി കൊടുക്കണമെന്ന് ഈ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ? അതിലെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. അതിന് കാലതാമസം എടുത്തേക്കാം, അവർക്ക് കുറച്ചും കൂടി സ്ട്രഗിൾസ് കൂടുതൽ ഉണ്ടായേക്കാം. എങ്കിൽ പോലും ആ പെൺകുട്ടികൾ അതിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനെ വിമർശിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.
ഒരുപക്ഷെ അതുൽ നല്ല ഉദ്ദേശത്തോടു കൂടി പൈസയ്ക്ക് ആവശ്യമുള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഫോണിന് അത്യാവശ്യമുള്ള കുട്ടികളായിരിക്കും. അവർക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടിക്കോട്ടെ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ അത് അവസാനിച്ചോട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ ആയിരിക്കാം ആ മുതലാളിയെ അല്ലെങ്കിൽ ആ കടയുടെ ഉടമയെ കൺവിൻസ് ചെയ്ത് ഇത്രയും എഫേർട്ട് ഇട്ട് ഫിസിക്കലി അവിടെ ചെന്ന് സംസാരിച്ചത്. പക്ഷെ അതുലിന്റെ വീഡിയോസും അല്ലെങ്കിൽ ആ വീഡിയോകൾ വഴി ഈ സ്ഥാപനത്തെ കുറിച്ച് അതുൽ പങ്കുവച്ച ആശയങ്ങളെയും ഫോളോ ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ അതുൽ ചെയ്യുന്നത് മറുകണ്ഠം ചാടുന്ന പരിപാടിയായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. ഇനി അതുൽ എത്രത്തോളം വാക്കുകളാൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു പക്ഷെ അത് കൺവിൻസ് ആകണമെന്നില്ല. കാരണം അതുലിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മറ്റെന്തിനെയൊക്കെയോ അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെയോ കോട്ടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ ഒരു പിക്ചറൈസേഷൻ ആണ് പുറത്തോട്ട് വരുന്നത്. ഞാൻ സംസാരിച്ചത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. താങ്ക് യു.